ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 2026 മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫലം പറയുന്നതിന് മുമ്പ് ഈ ധനുക്കൂറുകാർക്ക് ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരുവാണ്. ആ ഗുരു ഇപ്പോൾ 7 വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി 14 ജന്മരാശിയിൽ നിന്നും 2 രാശി മാറുന്നു. അതുപോലെ ചൊവ്വ ജനുവരി 16 ജന്മരാശിയിൽ നിന്നും 2 മാറുന്നു, ഉച്ച രാശിയിലേക്ക് മാറുന്നു. ബുധൻ 17 ജന്മരാശിയിൽ നിന്നും 2 മാറുന്നു. ശുക്രൻ 13 ജന്മരാശിയിൽ നിന്നും 2 മാറുന്നു. ശനി 4 സ്ഥിതി തുടരുന്നു. രാഹു 3 കേതു 9 സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ശുക്രൻ, രവി, കുജൻ, ബുധൻ ഈ 4 ഗ്രഹങ്ങൾ ജന്മരാശിയിലുണ്ട് ആദ്യ പകുതി. അതിനുശേഷം 2 രാശി മാറുന്നു എന്നുള്ളതാണ് ജനുവരി മാസത്തിലെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയായിരിക്കും ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരു സുഖസ്ഥാനാധിപനുമാണ്. ആ ഗുരു 7 വക്രത്തിൽ സഞ്ചരിക്കുന്നു. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ജന്മരാശിയിൽ 4 നിൽക്കുന്ന ശനിയും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശനിയുടെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പൊതുവെ ഫിസിക്കലായിട്ടൊക്കെ ഹെൽത്ത് ഓക്കെ ആണെങ്കിലും ഓവർ വർക്ക് കാരണം ഒരു ക്ഷീണം ഈ കൂറുകാർക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന മാനസികമായിട്ടുള്ള സ്ട്രെസ് ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ രവി, അതുപോലെ കുജൻ, അതുപോലെ ബുധൻ, അതുപോലെ ശുക്രൻ ഈ 4 ഗ്രഹങ്ങളും 2 വരുന്നുണ്ട്. അപ്പോൾ രവിയും കുജനും ഒക്കെ 2 വരുമ്പോൾ നമ്മൾ ആഹാരത്തിൽ വളരെ കെയർ വേണം. കഴിവതും ഈ പ്രത്യേകിച്ച് ഈ ശരീരഭാരം കൂട്ടുന്ന ആഹാരങ്ങൾ ഒഴിവാക്കണം. സ്പൈസി ഫുഡ് ഒഴിവാക്കണം. അത് ഒഴിവാക്കുന്നത് വളരെ ഗുണം ചെയ്യും. ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ നയന സംബന്ധമായിട്ടോ ചില ഇഷ്യൂസിന് സാധ്യത കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് ശാരീരികമായിട്ടുള്ള വ്യായാമം, യോഗ ഇവയൊക്കെ ശീലിച്ച് പോകുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ രവി, കുജൻ, ബുധൻ, ശുക്രൻ ഈ 4 ഗ്രഹങ്ങൾ ജന്മരാശിയിലുണ്ട്. അതിൽ സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്. ശുക്രൻ 6ാം ഭാവാധിപനാണ്. ബുധനാണെങ്കിൽ കർമ്മഭാവാധിപനാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം ജന്മരാശിയിലും 2 സഞ്ചരിക്കുക. അപ്പം തൊഴിൽ തലത്തിൽ വലിയ ശ്രദ്ധ, വലിയ ഫോക്കസ് ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. അതായത് നമുക്ക് ഹാർഡ് വർക്കിൻ്റെ സമയം എന്ന് പറയാം. അപ്പോൾ പൊതുവേ നമുക്ക് അങ്ങനെ ഹാർഡ് വർക്ക് വരുമ്പോൾ വർക്കിലൊരു പ്രഷർ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതേസമയം 6, 9, 10 ഭാവാധിപന്മാരായിട്ടുള്ള ശുക്രനും സൂര്യനും ബുധനുമൊക്കെ ജന്മരാശിയിൽ വരികയും ഗുരുദൃഷ്ടി ആ ജന്മരാശിയിൽ വരികയും ഈ ഗ്രഹങ്ങളെല്ലാം ഗുരുദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ പകുതി തൊഴിൽപരമായിട്ട് ഗുണാനുഭവം കൂടും. തൊഴിലിൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പം പ്രത്യേകിച്ച് ഈ വർക്ക് ഫ്രം ഹോം, ഇപ്പം നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ വർക്കുകളൊക്കെ വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഉയർന്ന പാക്കേജ്, അവർക്ക് ധനവർദ്ധനവ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള മാസമായിരിക്കും ജനുവരി മാസം. പ്രത്യേകിച്ച് അവരുടെ മോറൽ നാച്ചർ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. അതായത് അധികാരത്തിനുള്ള ആഗ്രഹം കൂടുന്ന സമയമാണ്. പൊതുവെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. പ്രായോഗിക ബുദ്ധി കൂടുന്ന സമയമാണ്. അപ്പോൾ പഠനം, അതുപോലെ പരിശീലനം ഇവയിലൊക്കെ ഫോക്കസ് കൂടും. അത് അവരുടെ തൊഴിൽപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഉള്ള ഒരു ഊർജമാണ്. പ്രത്യേകിച്ച് ആ സൂര്യനും
അതുപോലെ കുജനും ബുധനും ഒക്കെ ജന്മരാശിയിലും രണ്ടിലും ഒക്കെ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത്. ഇപ്പോൾ പൊതുവേ നമുക്ക് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. 3-ലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ കണ്ടകശനി സമയമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ അനുകൂലമാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ തലത്തിലും അതുപോലെ നമ്മുടെ സ്കിൽ തലത്തിലുമൊക്കെ തന്നെ ഒരു വികാസം ഉണ്ടാകുന്ന മാസമായിട്ട് ജനുവരി മാസത്തെ കാണാം. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനും 7ഉം 10ഉം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ആദ്യ പകുതി ജന്മരാശിയിലാണ്. അത് അവിടെ നിന്നിട്ട് ആ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കൂടാതെ രവിയും കുജനും ശുക്രനും ഒക്കെ തന്നെ 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരുവും 7 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ഇവയെല്ലാം തന്നെ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനുള്ള ചിന്തകളുണ്ടാക്കും, അതിനുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകും, ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ കാര്യക്ഷമമാകും എന്ന് തന്നെ പറയാം. അപ്പോൾ അതുവഴി നമുക്ക് വലിയ നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അതീതമായിട്ടുള്ള നേട്ടം അവർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവാധിപനായിട്ടുള്ള ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ, വിദ്യാകാരകനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ബുധൻ, അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ഇവയൊക്കെ തന്നെ ജന്മരാശിയിലാണ്. അപ്പോൾ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസമാണ്. ഇപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ മാസത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ഉച്ചരാശിയിൽ വരികയാണ്. അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിശക്തി, അവരുടെ മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഇപ്പോൾ പഠനത്തിൽ കൂടുതൽ ആക്റ്റീവ് ആകും എന്ന് തന്നെ പറയാം. അപ്പോൾ വായനയിലായാലും എഴുത്തിലായാലും അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് മത്സര പരീക്ഷകളൊക്കെ, ഉയർന്ന മത്സര പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് സ്കോർ കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ തിളങ്ങും. ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിലും അവർ ശോഭിക്കും. കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയൊക്കെ കൂടുന്ന സമയമാണ്. ഉന്നത പഠനം, അതുപോലെ ഗവേഷണം, ഇവയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ അല്പം കെയർ വേണം. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയർ ചിലപ്പോൾ ഇവർക്കുണ്ടാകാം. കാരണം ജന്മരാശിയിൽ രവിയും കുജനും നിൽക്കുന്നു, 2 രവിയും കുജനും നിൽക്കുന്നു വാക്സ്ഥാനത്ത്, അതുപോലെ 3 രാഹുവാണ്. അപ്പോൾ പൊതുവെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ പ്രത്യേകിച്ച് മുതിർന്നവരുമായിട്ട്, സീനിയർ അധ്യാപകരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ അല്പം വിനയം വേണം. ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 11ാം ഭാവാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ജന്മരാശിയിലുണ്ട്. ആ ശുക്രൻ 2 ധനസ്ഥാനത്തും സഞ്ചരിക്കുന്നുണ്ട്. 11ാം ഭാവാധിപൻ 2 സഞ്ചരിക്കുന്നു. ഇനി 2ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ 4 നിൽക്കുന്നു. ധനകാരകനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 7 നിന്ന് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ വരുന്നു, ക്രമേണ 2 സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവെ പല സോഴ്സിൽ നിന്ന് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലായതുകൊണ്ട് ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ വഴിയോ അല്ലെങ്കിൽ ബിസിനസ് വഴിയോ കുടുംബ വരുമാനം വഴിയോ പിതാവ് വഴിയോ ഒക്കെ തന്നെ വരുമാനം കൂടാവുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ചിലർക്ക് വിദേശ സോഴ്സുകളിൽ നിന്നും ധനനേട്ടം പ്രതീക്ഷിക്കാം. അതേസമയം കുജൻ 12ാം ഭാവാധിപനും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2 വരുമ്പോൾ അത് സഡനായിട്ടുള്ള എക്സ്പെൻസ് ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ധനവ്യയത്തിൽ ഒരു ശ്രദ്ധ വേണം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ ആദ്യ പകുതി 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഉണ്ട്, 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ജന്മരാശ്യാധിപൻ ആയിട്ടുള്ള ഗുരു 7 അപ്പോൾ ആ ബുധൻ ഒക്കെ, ഗുരുവും ബുധനും ഒക്കെ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അത് വിവാഹ ആലോചനകൾക്കൊക്കെ അനുകൂല സ്ഥിതിയെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഗുരു വക്രത്തിലാണ്, ജന്മരാശ്യാധിപൻ വക്രത്തിലായതുകൊണ്ട് നമ്മൾ
ഈ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അല്പം ശ്രദ്ധ വേണം. അതുപോലെ കുജനും ശുക്രനും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രണയബന്ധമൊക്കെ ഉണ്ടാകാം, പ്രണയ ചിന്തകൾ ഉണ്ടാകാം. അപ്പോൾ അതുപോലെ പ്രണയബന്ധം ചിലർക്ക് അത് വിവാഹത്തിലെത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ അത് സ്മൂത്ത് ആകണമെന്നില്ല. ആദ്യ പകുതി 7 ഏഴാം ഭാവാദം ദൃഷ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ സൂര്യനും ചൊവ്വയും ശുക്രനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഉണ്ടാകാം, ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ദാമ്പത്യ ബന്ധത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. അതുകൊണ്ട് അവയിൽ കെയർ വേണം. അവസാനത്തെ പകുതിയൊക്കെ ചൊവ്വ 2 ഉച്ചസ്ഥിതിനായിട്ട് വരികയാണ്. ഇപ്പോൾ സൂര്യനും 2 ഉച്ചസ്ഥിതിയിൽ വരുന്നു. അപ്പോൾ കഴിവതും സംസാരത്തിൽ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പ്രകോപനപരമായിട്ടൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു കെയർ വേണം. അതുപോലെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ 4 ശനിയുണ്ട്, 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ വക്രത്തിൽ. അപ്പോൾ ആദ്യ പകുതി ഈ 4 ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ജന്മരാശിയിൽ ചൊവ്വ നിൽക്കുന്നു, 4 നിൽക്കുന്ന ശനിയെ നോക്കുന്നു. ഈ ശനിയും ചൊവ്വയും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുടുംബത്തിൽ ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായെന്ന് വരാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് ശനി ചൊവ്വ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ സൃഷ്ടിക്കാം. അപ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ പോകണം. ആവശ്യമില്ലാത്തിടത്ത് കഴിവതും പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ആ കുടുംബജീവിതം സമാധാനപരമാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. പൊതുവെ അതൊക്കെ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ഈ ചെറിയ സുഖക്കുറവിനൊക്കെ അത് വഴിതെളിച്ചു എന്നും കൂടെ വരാം. ഇപ്പോൾ കുജനും സൂര്യനും ശുക്രനും ബുധനും ഒക്കെ 2 ഇപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ഈ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്നതിനും ബന്ധുക്കളൊക്കെ ചിലപ്പോൾ ഒന്നിച്ചു കൂടുന്നതിനും പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നത് കുടുംബ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് സംസാരത്തിൽ ശ്രദ്ധിക്കുക. കൂടുതൽ സംയമനം ഈ സമയത്തുണ്ടാകുക, പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ചെയ്തു പോകാമെങ്കിൽ കുടുംബജീവിതം സമാധാനപരമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാം. ജനുവരി 1, 4, 5, 6, 14, 15 അതുപോലെ 28, 29 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. ശുഭകർമ്മങ്ങൾ ഈ സമയത്ത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കുന്നത് ഒഴിവാക്കുക. ഇവിടെ ഞാൻ പറഞ്ഞതല്ല, ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. ജാതക ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമല്ല എന്ന് മനസ്സിലാക്കുക. അതേസമയം ഇതൊരു പൊതുഫലമാണ്. ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, മാറ്റങ്ങൾ വരാം. ഈ മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ കൂറുകാർക്ക് നടക്കുന്ന ദശ ഏതാണ്, അപകാരം ഏതാണ്, ഛിദ്രം ഏതാണ്, അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. മാത്രമല്ല, ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ ധനുക്കൂറിൽ ചിലർ മാത്രമേ ധനു ലഗ്നക്കാരായിട്ട് വരികയുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഏത് രാശിയും ലഗ്നരാശിയായിട്ട് വരാം. അപ്പോൾ ധനു ലഗ്നക്കാരല്ലാത്ത ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ ആ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. അവരുടെ ദശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ തന്നെ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം ഈ കൂറുകാർ ധനുലഗ്നമല്ലാത്തവരാണെങ്കിൽ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല, കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട്. ഇപ്പോൾ കൂറിൻ്റെ ഫലത്തിൽ ചിലപ്പോൾ കൂടുതൽ ദോഷാനുഭവമായിരിക്കും പറയുന്നത്. പക്ഷേ ഇഷ്ടസ്ഥാനത്ത് ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഗുണാനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.